മറ്റൊരു മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ആത്മീയമായിട്ടുള്ള നിയമങ്ങളെക്കുറിച്ച് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ദ ലോ ഓഫ് ഫെയ്ത്ത് നമ്മൾ പഠിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കുക, അതിനകത്ത് കുറേ മർമ്മങ്ങൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കത് മനസ്സിലായി, അത് പഠിച്ചുവെങ്കിൽ അത് മനസ്സിലായി കാണും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദ ലോ ഓഫ് പൊസഷൻ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കൈവശമാക്കുന്നതിനുള്ള നിയമം. ഇങ്ങനൊരു നിയമം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. യെസ്, ഇങ്ങനൊരു നിയമമുണ്ട്, കൈവശമാക്കുന്നതിനുള്ള നിയമമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കാൽ വയ്ക്കുന്നത് മാത്രമേ നിങ്ങൾ കൈവശമാക്കുകയുള്ളൂ. ദൈവം നിങ്ങൾക്ക് ഏതെങ്കിലും അവകാശമാക്കണമെന്ന് വിചാരിച്ച് തന്നെങ്കിൽ നിങ്ങളത് ഏറ്റെടുക്കണം. കാഴ്ചക്കാരായിരുന്നാൽ അത് നടക്കുകയില്ല. ഇപ്പം തന്നെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഈ കൈവശ അവകാശം എന്നൊക്കെ പറഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങാറില്ലേ നിങ്ങൾ? വില്ലേജിൽ പോയിട്ട് നിങ്ങളുടെ പേരിൽ ഉണ്ട്, നിങ്ങളുടെ പേരിൽ ആധാറിൻ്റെ രജിസ്റ്റർ ചെയ്തിരിക്കുക. എന്നാൽ റെക്കോർഡിക്കലായിട്ട് വില്ലേജിൽ ചെന്ന് അത് നിങ്ങളുടെ പേരിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത്, ഇവിടെയൊക്കെ തെക്കൊക്കെ പറയുന്ന തണ്ടപ്പേരെന്നും ഒക്കെ പറയുന്നതാണ്. അന്നേരം അത് മ്യൂട്ടേറ്റ് ചെയ്ത് നിങ്ങളുടെ പേരിൽ കൂട്ടി കരമൊടുക്കി നിങ്ങൾ അവകാശമാക്കണം. അതിനാണ് കൈവശ അവകാശം എന്ന് പറയാം. നിങ്ങൾക്കൊരു റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട്, എന്നാൽ അത് പൊസസ് ചെയ്യണം. ഹലോ, ശ്രദ്ധിക്കുക, നിങ്ങൾക്കൊരു അവകാശമുണ്ട്, അത് പൊസസ് ചെയ്യണം. പൊസസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടേതായി തീരുള്ളൂ. ഇത് രക്ഷയുടെ കാര്യത്തിലും ഇതാണ് വരുന്നത്, അതുപോലെ ഈ ലോകത്തിലുള്ള റൈറ്റിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, ഞാനത് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു അപ്പൻ്റെ സ്വത്ത്, അപ്പൻ്റെ മരണശേഷം മക്കൾക്കത് കിട്ടണം അല്ലേ? നോർമലി അത് കിട്ടണം. എന്നാൽ മോൻ പറയുകയാണ്, അപ്പൻ്റെ ഒരു സ്വത്തും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ, അപ്പൻ്റെ ഒരു സ്വത്തും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവനത് കൈവശപ്പെടുത്തുന്നതിൽ അവകാശമാക്കുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ പോലൊരു ഇൻസിഡൻറ്റ് ഞാൻ ഓർക്കുന്നു. അപ്പനിൽ നിന്ന് തെറ്റിപ്പോയ മകൻ അവനൊരു ബിസിനസ്സൊക്കെ ചെയ്ത് നശിച്ചു പോയ സമയത്ത് അപ്പൻ അവനെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ സഹായിക്കാൻ വേണ്ടി അവൻ്റെ അരിക്കൽ ചെന്നു. അവൻ്റെ അരിക്കൽ ചെന്നപ്പോൾ അവൻ്റെ കൂടെ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നെങ്കിൽ എനിക്ക് ജീവിക്കാൻ അറിയാം, അപ്പൻ്റെ സ്വത്തൊന്നും എനിക്ക് വേണ്ട, ഞാൻ എൻ്റെ കാര്യം ചെയ്തോളാം. എന്നാൽ ഈ ദുഃഖിതനായ പിതാവ് എങ്ങനെയെങ്കിലും മോനെ കടത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് വിചാരിച്ച് അപ്പൻ അഡ്വക്കേറ്റിൻ്റെ അരികെ ചെന്നു, അവനെ കടം വീട്ടാനായിട്ട്. എന്നിട്ട് അവനൊരുപാട് കടമുണ്ടായിരുന്നു. ആ കടം അപ്പൻ വീട്ടി. അപ്പൻ കടം വീട്ടി. എന്നാൽ മകൻ അത് അറിയുന്നില്ല, അപ്പൻ കടം വീട്ടി. വീണ്ടും അപ്പൻ ചെന്ന് മോൻ്റെ കൂടെ പറയാം, ഞാൻ നിൻ്റെ കടം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ മോൻ അപ്പനോട് പറയാം, എനിക്കറിയാം, കടം എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വീട്ടാൻ അറിയാം. അവൻ്റെ ഈഗോ അവനെ സമ്മതിച്ചില്ല. അന്നേരം ഈ അഡ്വക്കേറ്റിനോട് ചെന്ന് പറഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞ് അവനെ ഒരു പാഠം പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് അവനൊരു വക്കീൽ നോട്ടീസ് അയപ്പിച്ചു. വക്കീൽ നോട്ടീസ് അയപ്പിച്ച് കോടതിയിൽ നിന്ന് നോട്ടീസ് ചെന്നു. നോട്ടീസ് ചെന്ന് കഴിഞ്ഞ് അവന് ശരിക്കും പറഞ്ഞാൽ അവൻ ലീഗലായിട്ട് അവന് യാതൊരു ബാധ്യതയില്ല. കാരണം ഓൾറെഡി അപ്പൻ അവൻ്റെ കടമെല്ലാം വീട്ടി. എന്നാൽ അവൻ ഇപ്പോഴും കടക്കാരനാണ്. അവൻ്റെ മനസ്സിലും അവൻ്റെ ജീവിതത്തിലും അവൻ അംഗീകരിച്ചിട്ടില്ല ആ കടം. അപ്പൻ വീട്ടിയ കടം അംഗീകരിച്ചില്ല, അവൻ അറിഞ്ഞിട്ട് പോലുമില്ല. അവൻ ഒറ്റ സെൻറ്റൻസ് പറഞ്ഞാൽ മതി കോടതിയിൽ അല്ലെങ്കിൽ അഡ്വക്കേറ്റിൻ്റെ മുമ്പിൽ, അപ്പൻ്റെ പൈസ എൻ്റെ പൈസയാണ്. ദാറ്റ് ഈസ് എ പൊസഷൻ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ്. അതുകൊണ്ട് നമ്മൾ കൈവശപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ആകുന്നത്. കാഴ്ചക്കാരായി ഇരുന്നാൽ അത് നടക്കുകയില്ല. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം യോശുവോട് പറയുന്ന ഭാഗങ്ങൾ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പറയും. 3-ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അതിന് കാഴ്ചക്കാരെ സംബന്ധിച്ചിടത്തോളം അവരവിടെ നിൽക്കും, അവർക്ക് അവകാശമില്ല. ഇത് ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ലീഗൽ പ്രാക്ടീസാണ്. നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങൾ കൈവശം വെച്ച് ആദായമെടുക്കണം. ദൈവം അത് പറയുന്ന കാര്യമാണ്.
യോശുവ 13:1 യോശുവ വയസ്സി എന്ന് വൃദ്ധനായപ്പോൾ യഹോവ എന്നോട് അരുളിച്ചത്, നീ വയസ്സി എന്ന് വൃദ്ധനായിരിക്കുന്നു, ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കാനുണ്ട്. ഇനിയും ഒരുപാട് കൈവശമാക്കാനുണ്ട്. റണ്ണിങ് ഔട്ട് ഓഫ് ടൈം, നിന്റെ സമയം തീരുന്നു, ഇനിയും ഒരുപാട് കൈവശമാക്കാനുണ്ട്. ദൈവം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവകാശിയായിട്ട് ആയിരിക്കണമെന്നാണ്. എന്നാൽ അവകാശമാക്കാതെയും നിങ്ങൾക്ക് മരിക്കാം. യോശുവയ്ക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത സ്ഥലത്ത് യുദ്ധം ചെയ്യാതെ കൈവശമാക്കുവാൻ സാധ്യമല്ല. ആവർത്തനം 7:1 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാം, അവിടെ 7 നേഷനുണ്ട് കൈവശമാക്കുവാനായിട്ട്. ഹിത്യർ, ഗഗർസ്യർ, അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ. ഈ ദേശങ്ങളെല്ലാം കൈവശമാക്കാനായിട്ടുണ്ട്. ഇസ്രായേൽ യോശുവ ഫൈറ്റ് ചെയ്ത് അത് പിടിച്ചെടുത്തു. ഇതുപോലെ നമ്മുടെ ജീവിതങ്ങളിൽ പിശാച് പലതും ഒന്ന് പിടിച്ചു വച്ചിരിക്കുക. അത് നമ്മൾ യുദ്ധം ചെയ്ത് തിരിച്ചു പിടിക്കണം. നമ്മുടെ അവകാശങ്ങൾ പിശാചിനുള്ളതല്ല. ആദാം കാലം മുതൽ പിശാച് മോഷ്ടിച്ച കാര്യങ്ങൾ യേശുവിൽ കൂടി നമുക്ക് പട്ടയം നൽകിയിട്ടുണ്ട്. ഇനി അത് കൈവശം എടുക്കാതെ ഇരിക്കരുത്. ഇസ്രായേൽ മക്കൾ പിശാചിൻ്റെ പിടിയിലായിപ്പോയി. അതുകൊണ്ട് അവർക്കത് കൈവശമാക്കാൻ പറ്റിയില്ല. അവർ മരുഭൂമിയിൽ തന്നെ മരിക്കാനായിട്ട് ഇടവന്നു. സംഖ്യാപുസ്തകം 25:1 മുതൽ 3 വരെയുള്ള കാര്യങ്ങൾ അവർ ചെയ്ത ഏറ്റവും ഹീനകരമായിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്താണ്? മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി, അവരുടെ ദേവന്മാർക്ക് ബലികളെ അർപ്പിച്ചു, ദേവന്മാരെ നമസ്കരിച്ചു, ഇസ്രായേൽ ബാൽ പെയോരിനോട് ചേർന്നു, യഹോവയുടെ കോപം ഇസ്രായേലിൻ്റെ മേൽ ജ്വലിച്ചു. 9-ാം വാക്യത്തിൽ 25 സംഖ്യാപുസ്തകം 25:9 24,000 പേര് ബാധ കൊണ്ട് മരിച്ചു, പ്ലേഗ് വന്ന് മരിച്ചു. പിശാച് അവരെ കൊല്ലുവാൻ പാപത്തെക്കിലേക്ക് നയിച്ചു. സെക്ച്വൽ സിൻസ്, ബാൽ പെയോരിനോട് ചേർന്ന് ഐഡലട്രി. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, പിശാച് നിങ്ങളെ തട്ടിക്കൊണ്ട് പോരുത്, നിങ്ങളുടെ അവകാശം തട്ടിക്കൊണ്ട് പോരുത്. ഐഡിലായി ഇരിക്കരുത്. 1 പത്രോസ് 5:8 ഉണർന്നിരിപ്പീൻ, നിർമ്മതരായിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ നടക്കുകയാണ്, റോറിംഗ് ലയൺ. അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിക്കണം, നിർമ്മതരായിരിക്കണം. യാക്കോബ് 4:7 പറയുന്നത് ഈ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ പറയുന്നു. പിശാചിനോട് എതിർത്ത് നിൽക്കാൻ, അതിനുവേണ്ടി ദൈവം ഒരുപാട് ആർമേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എഫെസ്യർ 6:10 മുതൽ 13 വരെ ഉള്ള വാക്യങ്ങളിൽ ഒരുപാട് ആർമേഴ്സ് തന്നിട്ടുണ്ട്. അവസാനം വിത്ത് പ്രെയർ ആൻഡ് ഫാസ്റ്റിംഗ് നിങ്ങൾ അത് നമ്മൾ ആ ഡീമൺസിനെ, ആ പിശാചിനെ എല്ലാം എതിർക്കണമെന്ന് പറഞ്ഞു. ഡെവിൾ ഈസ് എ ലയർ, അവൻ കള്ളനാണ്, അവൻ ഡിസിപ്ഷൻ കൊണ്ടുവരും. എന്നാൽ സുവിശേഷം നമുക്ക് ശക്തി തരുന്നുവെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ പൊസസ് ചെയ്യണം. എന്താണ് പൊസസ് ചെയ്യേണ്ടത്? പലതും തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി എവറിത്തിങ് ഫിനിഷ്ഡ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ ഹീ ഈസ് ഫിനിഷ്ഡ് എന്നല്ല. നമ്മുടെ മേളിലുള്ള എല്ലാ കാര്യവും, ആ റെസ്പോൺസിബിലിറ്റി എല്ലാം യേശു ഏറ്റെടുത്ത് ചെയ്തു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇനി നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ ഓൺ ബിഹാഫ്, കർത്താവിൻ്റെ ബിഹാഫിൽ നിന്നാണ് ഫൈറ്റ് ചെയ്യുന്നത്. നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ജയാളികളായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഓർക്കുക, ദ ലോ ഓഫ് പൊസഷൻ നമ്മൾ കൈവശപ്പെടുത്തേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ഇന്ന് പെട്ടെന്ന് ഒരു ലോയും കൂടെ ഞാൻ നിർത്താൻ പെട്ടെന്ന് പറയട്ടെ. ദ ലോ ഓഫ് ആക്സസ്, പ്രവേശനത്തിൻ്റെ ഒരു ലോയെക്കുറിച്ചാണ് ഈ പറയുന്നത്. ലോ ഓഫ് ആക്സസ്. നിങ്ങൾ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതിൽ നിങ്ങൾക്ക് പ്രവേശനമുണ്ട്. നിങ്ങൾക്ക് യാതൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്തടത്ത് നിങ്ങൾക്ക് ആക്സസ് ഇല്ല. നിങ്ങൾക്കൊരു ഇൻവോൾവ്മെൻറ്റ് ഉള്ളിടത്ത് മാത്രമേ നിങ്ങൾക്കൊരു ആക്സസ് ഉള്ളൂ. ഇതൊരു ജനറൽ പ്രിൻസിപ്പിളാണ്, അത് ബിബ്ലിക്കൽ പ്രിൻസിപ്പിളുമാണ്. സദൃശവാക്യം 18:1 വാക്യത്തിലെ ഒരു ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ്, എ മാൻസ് ഗിഫ്റ്റ്സ് മേക്ക് റൂം ഫോർ ഹിം. അങ്ങനെയാണ് മലയാളത്തിൽ കൂടുവിട്ട് നടക്കുവാൻ സ്വേച്ഛ അന്വേഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. എന്നാൽ എ മാൻസ് ഗിഫ്റ്റ്, ഒരു മനുഷ്യന് കൊടുക്കുന്ന ഗിഫ്റ്റ് അവനൊരു റൂം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്.
ആൻഡ് ബ്രിങ് ഹിം ബിഫോർ ഗ്രേറ്റ് മെൻ. വലിയ ആളുകളുടെ മുമ്പിലേക്ക് അവനെ നടത്തുന്നതായിട്ട് കാണും. ഓക്കെ, അതുകൊണ്ട് നീ കൊടുക്കുന്നത് നിനക്ക് അവിടെ ഒരു അവകാശം തരും. നിങ്ങൾ ആർക്കെങ്കിലും പണമോ മറ്റ് സഹായങ്ങളോ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മേലൊരു സ്വാധീനമുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. ചില സ്ഥലങ്ങളിൽ എല്ലാവർക്കും പ്രവേശനമില്ല, ഓൺലി ഓതറൈസ് പേഴ്സൺസ്. അങ്ങനെ ഓതറൈസ് പേഴ്സൺസിന് മാത്രമേ ചില സ്ഥലങ്ങളിൽ പ്രവേശനമുള്ളൂ. ദാവീദിൻ്റെ ജീവിതത്തിൽ അവൻ വിശ്വാസത്തോടു കൂടി യുദ്ധം ചെയ്ത് ഗോലിയാത്തിനെ തോൽപ്പിച്ചു. ഹി മെയ്ഡ് എ ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ടു ദ നേഷൻ. അവന് ആ രാജ്യത്തിന് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി വലിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്തു. അതുകൊണ്ട് എന്താണ്, അതിനാൽ അവനൊരു ആക്സസ് കിട്ടുകയാണ്, ഒരു പ്രവേശനം കിട്ടുകയാണ്. എന്തായിട്ടാണ്? ഒരു രാജാവായിട്ട്. അത് മാത്രവുമല്ല, യോനാഥാൻ അവന് രാജാവിൻ്റെ മകനായിട്ടുള്ള യോനാഥാൻ അവനൊരു ഫ്രണ്ടായി തീരുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. ഹി മെയ്ഡ് ആൻ ആക്സസ്. കാരണം ദാവീദ് യുദ്ധത്തിൽ ഗോലിയാത്തിനെ തോൽപ്പിച്ചതുകൊണ്ടാണ്. യോസഫ് ഡ്രീംസ്, സ്വപ്നങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുത്തു. രാജാവിൻ്റെ മുമ്പിൽ അവനൊരു ആക്സസ് വന്നു. അത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് എ ടാലൻറ്റ് ഗിവൺ ടു ഹിം ബൈ ഗോഡ്. അവനൊരു താലന്ത് ദൈവം കൊടുത്തു. എന്താണ്? സ്വപ്നം പരിഭാഷപ്പെടുത്താൻ, അതിൻ്റെ മീനിങ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു താലന്ത് ദൈവം കൊടുത്തുകൊണ്ട് അവിടെ ഒരു പ്രവേശനം അവന് കിട്ടി. അതുകൊണ്ട് അവനൊരു പ്രിസണറായി, എന്നാൽ അവസാനം പ്രൈം മിനിസ്റ്ററായി. അത് ഈജിപ്റ്റ് ആ രാഷ്ട്രത്തിൻ്റെ ശക്തിയിൽ നമ്പർ 1 ആവാനായിട്ട് അവന് സാധ്യമായി എന്ന് കാണുന്നു. മൊർദെഖായിയുടെ ജീവിതം എടുക്കുക. മൊർദെഖായി രാജാവിൻ്റെ ഒട്ടകത്തെ നോക്കിയിരുന്നവനാണ്. രാജാവിൻ്റെ ജീവൻ രക്ഷിച്ചതിനാൽ അവൻ രാജകൊട്ടാരത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു. പിന്നീട് അവൻ മിനിസ്റ്ററായി. അവൻ ഗേറ്റിലിരുന്നു. രാജാവിനെ കൊല്ലാനുള്ള പദ്ധതി മനസ്സിലാക്കി തക്ക സമയത്ത് അറിയിച്ചു. അതിനാൽ അവനെ ദൈവം വലിയവനാക്കി. ഇവിടെ എല്ലാം തന്നെ കാണുന്നത് എന്താണ്? ആക്സസ്, ഒരു പ്രവേശനമാണ്. എന്താണ്? ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യുമ്പോഴാണ് ഒരു ആക്സസ് വരുന്നത്. ഇതൊരു പ്രിൻസിപ്പിളാണ്. ഇന്ന് അനേകർ അങ്ങനെയല്ലല്ലോ. ഇന്ന് അനേകരും എനിക്കെന്ത് കിട്ടും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. എന്നാൽ അവരെ എന്ത് കൊടുക്കാം എന്ന് ചിന്തിക്കുന്നില്ല. അതാണ് വ്യത്യാസം. അതിനാൽ എന്താണ്? അവരുടെ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്, ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇസാക്ക് ഏശാവിനെ അനുഗ്രഹിക്കാൻ ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറയും, അല്ലേ? ഇസാക്ക്, ഇത് ഒരു ഐസക്കിന് ഏശാവിനെ അനുഗ്രഹിക്കാനായിട്ട് ഒരു ആക്സസ് ആയിരുന്നു. ഈ അനുഗ്രഹം അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ രീതിയിലെ ഒരു പ്രവേശനം ദൈവത്തിൻ്റെ സന്നിധിയിലാണെങ്കിൽ പോലും, നേരത്തെ നമ്മൾ പറഞ്ഞാണ്, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോലും ഒരു എംപ്റ്റി ഹാൻഡഡ് ആയിട്ട്, എന്ന് പറഞ്ഞാൽ കയ്യിലൊന്നും ഇല്ലാത്ത രീതിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ പോകരുത്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുമ്പോഴേ നമ്മളൊരു സീഡ് ഓഫറിങ്ങുമായിട്ട് പോകണം. കഴിഞ്ഞ ദിവസം നമ്മൾ സീഡ് ഓഫറിങ്ങിനെ കുറിച്ച് പറഞ്ഞാണ്. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരു പ്രവേശനം തന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ ഓഫറിങ്, നിങ്ങളുടെ സാക്രിഫൈസ്, അതിൻ്റെ സ്പീഡ് കൂട്ടാം. നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ദൈവം സ്വീകരിക്കും. അതുപോലെ നിങ്ങളുടെ ഗിഫ്റ്റുകൾ, താലന്തുകൾ എല്ലാം തന്നെ നിങ്ങൾക്കൊരു റൂം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. എന്തിനാണ്? നിങ്ങളെ വലിയ മനുഷ്യനാക്കാനായിട്ട്. ആദ്യം അത് നിങ്ങൾ റിയലൈസ് ചെയ്യുക, അത് നിങ്ങൾ ഉപയോഗിക്കുക. അതൊരു കീ ആണ്. എന്തിനാണ്? നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വലിയൊരു പ്രവേശനം, വലിയ സ്ഥലങ്ങളിലേക്കുള്ളൊരു പ്രവേശനത്തിൻ്റെ കീ ആണ്. ചില ആളുകളുടെ താലന്തുകൾ ഉപയോഗിക്കുന്നില്ല, അവർക്കുള്ള താലന്തുകൾ ഉപയോഗിക്കുന്നില്ല. അവർ ചിന്തിക്കുന്നത് മറ്റുള്ളവരുടെ താലന്തുകളാണ് അവരെക്കാളും നല്ലതെന്നാണ്. എന്നാൽ ഏത് താലന്തുകളായാലും നിങ്ങൾക്ക് ഒരു റൂം തരികയാണ്. എന്തിനാണ്? നിങ്ങളെ വലിയവനാക്കാൻ. ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന്, ഫേമസ് ആയിട്ടുള്ള, അറിയപ്പെടുന്നതായിട്ടുള്ള വചനപ്രസംഗികളെ, പാട്ടുകാർ, മ്യൂസിക് പറയുന്നവരെ, നല്ല കുക്കുകളുണ്ട്, അവരെല്ലാം ഉണ്ട്. എന്നാൽ നിങ്ങൾ വേറൊരാളുടെ താലന്തിൻ്റെ പിറകെ പോകേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കോൺട്രിബ്യൂഷൻ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന താലന്തുകളെ നിങ്ങളത് വ്യാപാരം ചെയ്യുക, അത് കോൺട്രിബ്യൂട്ട് ചെയ്യുക. വേറൊരു പർപ്പസിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾ ഗ്രേറ്റ് ആവും, നിങ്ങൾ വലിയ ആളായിത്തീരും എന്നുള്ളത്. ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിലും ഇത് തന്നെയാണ്. സോ ദ ലോ ഓഫ് ആക്സസ് എന്ന് പറയുന്ന, നമ്മുടെ പ്രവേശനം എന്ന് പറയുന്നത് നമ്മുടെ കോൺട്രിബ്യൂഷൻ അനുസരിച്ചാണ്. ഇതൊരു ജനറൽ പ്രിൻസിപ്പിളാണ്. ഇത് ദൈവകാര്യങ്ങളും അങ്ങനെയാണ്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊടുക്കുമ്പോഴേ എന്താണ്? നമ്മുടെ ജീവിതം മുഴുവൻ കൊടുക്കുന്നു, നമ്മുടെ പണം മുഴുവൻ കൊടുക്കുന്നു, നമ്മുടെ താലന്തുകൾ മുഴുവൻ കൊടുക്കുമ്പോഴേ ദൈവം അത് മാനിക്കുകയും ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യും.
ഇസാക്കിന് ഏശാവ് കൊടുക്കാൻ പറ്റിയില്ല. ഏശാവിന് കൊടുക്കുന്നതിന് മുമ്പ് യാക്കോബ് പോയി കൊടുത്ത അനുഗ്രഹം തട്ടിക്കൊണ്ടുപോയതെല്ലാം നമുക്കറിയാം. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ദ ലോ ഓഫ് ആക്സസ്, പ്രവേശനത്തിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത്, നിങ്ങളൊരു കോൺട്രിബ്യൂഷൻ, നിങ്ങളൊരു സർവീസ്, നിങ്ങളൊരു ഫേവർ ഒരാൾക്ക് ചെയ്യുമ്പോഴേ അവിടെ നിങ്ങൾക്കൊരു ലീഗൽ ആക്സസ് അല്ലെങ്കിൽ ഒരു അന്തർലീനമായി നിങ്ങൾ അറിയാത്ത രീതിയിലുള്ളൊരു പ്രവേശനം നിങ്ങൾക്കവിടെ കിട്ടുകയാണ് എന്ന് നമ്മൾ മറന്നുപോകാം. ഞാനിന്ന് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ദ ലോ ഓഫ് പൊസഷൻ, നമ്മൾ പൊസസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ആക്സസ് പ്രവേശിക്കുന്നത് എങ്ങനെ, 2 നിയമങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. തീർച്ചയായും നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കും. ഇതെല്ലാം സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ഉള്ളതാണ്. ഈ സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് എല്ലാം തന്നെ ഇനിയുള്ള ഫ്യൂച്ചറായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അപ്ലൈ ചെയ്യും. അതിന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെയൊക്കെ വാല്യൂ എന്താണെന്ന്. അതുകൊണ്ട് നമ്മുടെ ഈ ചിന്തകൾ പ്രയോജനമായി എന്ന് വിചാരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ശക്തി അവിടെ മേലെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിതൊക്കെ പഠിക്കുന്ന ഒരു അറിവിനേക്കാൾ ഉപരിയായിട്ട് ദൈവികമായിട്ടുള്ള ആത്മീയ മണ്ഡലങ്ങളിലുള്ള ഈ നിയമങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുള്ള പ്രോഗ്രസ്സിന് കാരണമാക്കി തീർക്കാൻ കർത്താവെ സഹായിക്കണം. ഞങ്ങളുടെ ലോ ഓഫ് പൊസഷനായാലും ദൈവം തന്നിരിക്കുന്ന വലിയ വലിയ നന്മകൾ, അനുഗ്രഹങ്ങൾ ഞങ്ങൾ പൊസസ് ചെയ്യാൻ, കൈവശമാക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ ഇടവരുത്തണം. അതുപോലെ പല സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനം, ദൈവസ്ഥനയിൽ തന്നെ ആത്മീയ മണ്ഡലത്തിലേക്കുള്ള പ്രവേശനം പോലും കർത്താവെ ഈ നിയമങ്ങൾക്ക് ബാധകമാണല്ലോ. ഞങ്ങൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴേ ഞങ്ങൾക്ക് പ്രവേശനം ഈസിയായി തീരുന്നു, ഞങ്ങൾ ഗ്രേറ്റായി തീരുന്നു എന്ന് മനസ്സിലാക്കാൻ കർത്താവെ ഞങ്ങളെ ഇടവരുത്തും സഹായിക്കുകയും ചെയ്യണം. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ പല പ്രതിബന്ധങ്ങൾ കൂടി കടന്നു പോകുന്ന, ഉദ്ദേശിക്കുന്നതിൽ നിന്ന് വിഭിന്നമായി കാര്യങ്ങൾ നടക്കാത്ത, കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നു, എന്നാൽ റിസൾട്ട് ഇല്ലാത്ത, ആരും സഹായിക്കാനായിട്ട് കരുതാനായിട്ടില്ല എന്ന് പറഞ്ഞ് നിരാശയിലിരിക്കുന്ന ചില ആളുകൾ ഇത് കാണും. ഇന്ന് നിങ്ങൾക്കൊരു വിടുതൽ വരെയാണ്. ഏറ്റെടുക്കുക, നിങ്ങളത് ഏറ്റെടുക്കുക. യെസ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ആക്സസ് നിങ്ങൾക്കിന്ന് വരികയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിലെ നിങ്ങളിന്ന് ചില കാര്യങ്ങൾ അങ്ങ് പൊസസ് ചെയ്യുകയാണ്, നിങ്ങളങ്ങ് ഏറ്റെടുക്കുകയാണ്, നിങ്ങളിന്ന് കൈവശമാക്കുകയാണ്. നിങ്ങൾക്ക് ഇതുവരെയും കെട്ടപ്പെട്ട് കിടന്ന് തടഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ വിശ്വാസത്തിൽ നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. നിങ്ങളൊന്ന് പറയുമോ, എനിക്ക് ഇത്രയും നാൾ ഇത് തടഞ്ഞിരുന്നു, ഇന്ന് ഞാനതങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളിതങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ. ജോലി സംബന്ധമായിട്ടുള്ള വിഷമതകൾ മാറി ഒരു പെർമനൻറ്റ് നേച്ചറിലേക്കുള്ള ജോലി നിങ്ങളങ്ങ് ഏറ്റെടുക്കുകയാണ്. കുഞ്ഞുങ്ങളുമായിട്ട് റിലേഷനകത്ത് ചില പ്രയാസങ്ങളെ നിങ്ങളതങ്ങ് ഏറ്റെടുക്കുകയാണ്. എന്നെ എൻ്റെ മോൻ വിളിച്ചിട്ടില്ല അനേകം വർഷങ്ങളായിട്ട്, ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ദൈവം അതിനെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. അനേകം നാളുകളായിട്ട് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളങ്ങ് ഏറ്റെടുക്കുക വിശ്വാസത്തിലെ. ഇന്ന് ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് വിസ വന്നു ചേരും. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട പണി തടസ്സപ്പെട്ടിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ അത് വന്നു ചേരാനായിട്ട് നിങ്ങളതങ്ങ് ഏറ്റെടുക്കുമോ? ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് നിങ്ങൾക്കൊരു ആക്സസ് ഇന്ന് വന്നു ചേരുകയാണ്. വിശ്വാസത്തോട് പ്രാർത്ഥിച്ചവർക്ക് വലിയൊരു വിടുതൽ വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിച്ചിരിക്കുന്നവർ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. നിങ്ങൾക്കിത് ഏത് രീതിയിൽ പ്രയോജനപ്പെട്ടു എന്ന് നിങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ വിളിച്ചു പറയുക. അതിനകത്ത് കമൻറ്റ് ബോക്സിൽ ഇടുക. പ്രയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഫസ്റ്റ് സൺഡേ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ നമ്പർ എന്നാൽ ആഡ് ചെയ്യുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.